ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനം ആരലങ്കരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ ഇപ്പോൾ യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പേരുകളും ഉയർന്നു കേൾക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. RSS നടത്തിയ ചർച്ചയിലാണ് യോഗി ആദിത്യനാഥിന്റെ പേര് ഉയർന്നു വന്നിരിക്കുന്നതും. ഇത്രയും അധികം നേതൃപാടവമുള്ള വ്യക്തി ആ സ്ഥാനത്തേക്ക് വന്നാൽ തീർച്ചയായും ബി.ജെ.പിയുടെ ശക്തി കൂടുതൽ കരുത്താർജിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. ശിവരാജ് സിംഗ് ചൗഹാനോടും അതുപോലെ RSSന് താല്പര്യമുണ്ട് എന്നാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നതും. അധ്യക്ഷ സ്ഥാനത്തേക്ക് തെക്കേ ഇന്ത്യയിൽ നിന്ന് ഒരാളെ പരിഗണിക്കണം എന്ന താല്പര്യം ബി.ജെ.പി നേതൃത്വം അറിയിച്ചിരുന്നു. ഈ മാസം അവസാനം ഇക്കാര്യത്തിൽ ധാരണയുണ്ടാകുമെന്ന് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയും നേതാക്കൾ തള്ളിക്കളയുന്നില്ല. യു.പി., മധ്യപ്രദേശ്, കർണാടക, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായാൽ ഉടൻ തന്നെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ തുടങ്ങും. അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ പേരുകളും ബുധനാഴ്ച യോഗം ചേർന്നതോടുകൂടി തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ദേശീയ ജനറൽ സെക്രട്ടറിയായ സുനിൽ ബൻസാൽ, അതുപോലെ വൈസ് പ്രസിഡന്റും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയുമായ രഘുബർ ദാസ് എന്നിവരുടെ പേരുകളാണ് പുതുതായി ചർച്ചയിൽ വന്നിരിക്കുന്നതും. പ്രായപരിധി ചർച്ചയിൽ ഉണ്ടെങ്കിൽ പോലും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്ര മന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൗഹാന്റെ പേരും ചർച്ചയിൽ പരിഗണിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ്, രണ്ടാം നിര നേതാക്കളിൽ പ്രമുഖരായ അനുരാഗ് ഠാക്കൂർ എന്നിവരുടെ പേരുകളും ഏതാനും നാളുകളായി തന്നെ ചർച്ചയിൽ ഉള്ളതാണ്. എന്നാൽ ചില അപ്രതീക്ഷിത നീക്കങ്ങളും ഇതിനു പിന്നിൽ നടക്കുന്നുണ്ട് എന്ന സൂചനകൾ അടക്കം പുറത്തു വരുന്നുണ്ട്. ഇക്കുറി ദക്ഷിണേന്ത്യയിൽ നിന്ന് അധ്യക്ഷനെ കണ്ടെത്തിയേക്കും എന്നതാണ് അതിലൊന്ന്. തമിഴ്നാട്ടിലും കേരളത്തിലും ആസന്നമായ തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സംസാരം വന്നിരിക്കുന്നതും. അങ്ങനെ വന്നാൽ കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി, അതുപോലെ തന്നെ വനതി ശ്രീനിവാസൻ, ടി പുരന്ദൻ ശേഖരൻ എന്നിവരുടെ പേരുകൾ ചർച്ചയിൽ വന്നേക്കും. മറ്റൊന്ന്, ഇത്തവണ അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതയെ പരിഗണിക്കുമോ എന്നതാണ്. രേഖ ഗുപ്തയെ ഡൽഹി മുഖ്യമന്ത്രി ആയതും അതുപോലെ വനിതാ ബിൽ അവതരിപ്പിച്ചതും കണക്കിലെടുത്താണ് ഈ ഒരു ചർച്ച സജീവമാകുന്നതും. വാനതി ശ്രീനിവാസനും പുരന്ദരേശ്വരിയും അങ്ങനെ വന്നാൽ പരിഗണിക്കപ്പെട്ടേക്കുമെന്നും ചർച്ചകൾ സജീവമാകുന്നുണ്ട്. അതേസമയം പ്രായപരിധി ഇത്തവണ സജീവ ചർച്ചയായിട്ടുണ്ട് എന്നതും മറ്റൊരു വസ്തുതയാണ്. പാർട്ടി ഭരണഘടന അനുസരിച്ചുകൊണ്ട് 60 വയസ്സിൽ താഴെയുള്ളവരെ പരിഗണിക്കണമെന്ന് RSS നിർദ്ദേശിക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കളായ ശിവരാജ് സിംഗ് ചൗഹാൻ, അതുപോലെ തന്നെ മനോഹർ ലാൽ ഭട്ടാർ എന്നിവർ പ്രായപരിധി കർശനമാക്കിയാൽ പുറത്തുപോയേക്കും. പുതിയ ദേശീയ അധ്യക്ഷന് ഒരിത്തിരി കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യേണ്ടതുമുണ്ട്. അത്തരത്തിലൊരാളെയാണ് ഞങ്ങൾ നോക്കുന്നത് എന്നതാണ് ബി.ജെ.പി നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നതും. അതുപോലെ JP നദ്ദയുടെ പിൻഗാമി ആരാകുമെന്ന സൂചനകൾ ഇതിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSS ആസ്ഥാനം സന്ദർശിച്ചതും അധ്യക്ഷൻ സംബന്ധിച്ച ചർച്ചകൾക്കാണ് എന്നതാണ് അറിവും ഉണ്ടായിരിക്കുന്നത്. RSSനെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയാണ് മോദി ആസ്ഥാനത്ത് സന്ദർശനം നടത്തിയതെന്നാണ് വിലയിരുത്തപ്പെടുന്നതും. അതോടുകൂടി തന്നെ മോദിയുടെ പിൻഗാമി സംബന്ധിച്ച അഭ്യൂഹങ്ങളാണ് പരന്നതെങ്കിൽ പോലും നദ്ദയുടെ പിൻഗാമിയാണ് അവിടെ ചർച്ചയിൽ വന്നതെന്നാണ് മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.